നമസ്കാരം. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മഹാവിപത്തിന്റെ നിഴലിലാണ് മിഡിൽ ഈസ്റ്റ്. ഇറാൻ തൊടുത്തുവിടുന്ന ഓരോ ഡ്രോണും മിസൈലും കേവലം പ്രാദേശിക തർക്കമല്ല, മറിച്ച് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന ഭീതിയിലാണ് ആഗോള സമൂഹം. ഗൾഫ് മേഖലയിലെ എണ്ണ നിലയങ്ങൾ ഓരോന്നായി കത്തിയിരിയുമ്പോൾ ലോകത്തെ ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയതന്ത്രത്തിന്റെ അവസാനവട്ടം പയറ്റുമെന്നാണ് വിലയിരുത്തൽ. മോദിയുടെ മധ്യസ്ഥത പരാജയപ്പെട്ടാൽ ഭയാനകമായ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തങ്ങളുടെ ക്ഷമയ്ക്ക് അതിരുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സൗദി അറേബ്യ യുദ്ധകളത്തിലേക്ക് നേരിട്ടിറങ്ങുകയാണ്. 12ഓളം ഇറാനിയൻ ഡ്രോണുകളെയാണ് സൗദി വെടിവെച്ചിട്ടത്. ഇനി വിട്ടുവീഴ്ചയില്ല, തിരിച്ചടി ഉറപ്പെന്നാണ് റിയാദിൽ നിന്നുള്ള മുന്നറിയിപ്പ്. UAE ആകട്ടെ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ഇറാന്റെ ഭീകര ശൃംഖലയെ പിടികൂടി തങ്ങളുടെ സുരക്ഷാ കവചം ശക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ ഒന്നടങ്കം പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ലോകം നരേന്ദ്രമോദിയിലേക്ക് ഉറ്റുനോക്കുന്നത്. UAE, സൗദി അറേബ്യ, കുവൈറ്റ് ഭരണാധികാരികളുമായി മോദി നടത്തിയ ചർച്ചകൾ സമാധാനത്തിനായിട്ടുള്ള അവസാന ശ്രമമാണ്. ഇറാൻ അമേരിക്കൻ സംഘർഷത്തിലും ഭാരതത്തിന് മധ്യസ്ഥനാകാൻ കഴിയുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. മോദിക്ക് മാത്രമാണ് ഇറാന്റെയും ട്രംപിന്റെയും ഇടയിൽ ഒരു പാലമാകാൻ കഴിയുക. പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന സൂചന പ്രകാരം സഖ്യകക്ഷികൾ ഓരോന്നായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ഹിസ്ബുള്ളയും ഹൂതികളും ഇറാഖിലെ സായുധ സംഘങ്ങളും ഇറാന് വേണ്ടി അണിനിരക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേലും അമേരിക്കയും പുതിയ സൈനിക മുന്നണി തുറക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഇറാനിയൻ കപ്പലുകളും നേർക്കുനേർ വരുന്നത് മഹാവിനാശത്തിന്റെ ലക്ഷണമാണ്. ഡ്രോൺ ആക്രമണങ്ങളിൽ എണ്ണ നിലയങ്ങൾ തകർന്നതോടെ കുവൈറ്റ് കടുത്ത ജാഗ്രതയിലാണ്. ദുബായ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണ ശ്രമം UAEയും പ്രകോപിതരാക്കി. തങ്ങളുടെ മണ്ണ് ആർക്കും വിട്ടു നൽകില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കുമ്പോഴും ഇറാൻ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ സൈനികമായ ഒരുക്കങ്ങൾ ഈ രാജ്യങ്ങൾ രഹസ്യമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയാണ് മോദി സർക്കാരിന്റെ പ്രധാന ആശങ്ക. യുദ്ധം പടർന്നാൽ പ്രവാസികളെ ഒഴിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാകും. ഇത് മുൻകൂട്ടി കണ്ടാണ് മോദി നേരിട്ട് നയതന്ത്ര ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മോദിയുടെ വാക്കിന് ഇറാൻ വില കൽപ്പിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധം മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള എണ്ണ വിപണി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഖത്തറിലെ റാസ് ലഫാൻ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണം വാതക വിതരണത്തെയും ബാധിച്ചു. ഇന്ധനവില കുതിച്ചുയരുന്നത് ലോകമെമ്പാടും പട്ടിണിക്കും വിലക്കയറ്റത്തിനും കാരണമാകും. ഈ സാഹചര്യം ഒഴിവാക്കാൻ മോദിയുടെ നയതന്ത്ര നീക്കങ്ങൾ വിജയിച്ചേ മതിയാകൂ. ഇറാനൊപ്പം ചേരുമെന്ന് പ്രഖ്യാപിച്ച ഹൂതികൾ ഇതുവരെ വലിയ നീക്കങ്ങൾ നടത്തിയിട്ടില്ല. എന്നാൽ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം ഏത് നിമിഷവും തടയാൻ അവർക്ക് സാധിക്കും. ഇത് ആഗോള വ്യാപാരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കും. ട്രംപിന്റെ സൈനിക സഹായം കാത്തുനിൽക്കുന്ന കുർദിഷ് ഗ്രൂപ്പുകൾ കൂടി രംഗത്തിറങ്ങിയാൽ ഇറാൻ അക്ഷരാർത്ഥത്തിൽ കത്തിയമരും. ഈ മഹാവിപത്തിൽ പങ്കാളിയാകാൻ തങ്ങളില്ലെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയയും യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ആക്രമണം തുടർന്നാൽ ഈ രാജ്യങ്ങൾക്ക് നിസ്സംഗത പാലിക്കാൻ കഴിയില്ല. ലോകം വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരു തീപ്പൊരി മാത്രമാണ്. നരേന്ദ്രമോദിയുടെ മധ്യസ്ഥത പരാജയപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന ഈ തീ ആഗോളതലത്തിൽ തന്നെ പടരും. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രത്യാക്രമണം ഇറാന്റെ ഭൂപടം തന്നെ മാറ്റിവരച്ചേക്കാം. അത് ലോകത്തെ നയിക്കുന്നത് തിരിച്ചുവരവില്ലാത്ത മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയായിരിക്കും. ഇറാന്റെ പ്രഹരശേഷി തകർത്തുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ തരിപ്പണമാക്കിക്കൊണ്ട് ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണം ലോകത്തെ നടുക്കുകയാണ്. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ നീക്കം പൂർണ്ണമായും നിലച്ചതോടെ ആഗോള സമ്പദ്വ്യവസ്ഥ തകർച്ചയുടെ വക്കിലെത്തിക്കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇതുവരെ 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ. ശക്തമായി തിരിച്ചടി നൽകുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും സ്വന്തം സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാവുന്നുണ്ട്. ഇസ്രയേൽ ടെഹ്റാനിൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇറാന്റെ പ്രത്യാക്രമണത്തിന് മുന്നിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ പാളുന്നതായിട്ടാണ് സൂചന. ഗൾഫ് രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം മേഖലയെ ഇരുട്ടിലാഴ്ത്തി. സൗദി അറേബ്യയും UAEയും ഇറാന്റെ ഈ നീക്കത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ്. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്ന വികാരം ഈ രാജ്യങ്ങൾക്കിടയിൽ ശക്തമാണ്. എണ്ണ വിതരണം സംഭവിച്ചതോടെ ആഗോള വിപണിയിൽ ഇന്ധന ഭക്ഷ്യവിലകളും കുതിച്ചുയരുകയാണ്.